السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد، وعلى آل وأصحاب سيدنا ومولانا محمد، وعلى جميع الأنبياء والمرسلين، ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا السماوات والأرض وما بينهما في 6 أيام وما مسنا من لغوب. فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب، ومن الليل فسبحه وإدبار السجود. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وفينا رسول الله يتلو كتابه، إذا انشق معروف من الفجر ساطع. أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع. يبيت يجافي جنبه عن فراشه، إذا استثقلت بالمشركين المضاجع. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നലെ നാം സംസാരിച്ചു വന്ന സൂറത്തുൽ ഫുർഖാനിൽ സജ്ജനങ്ങളുടെ സവിശേഷതകളായി അല്ലാഹു പഠിപ്പിച്ച വിഷയങ്ങളിൽ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, രാത്രി സമയങ്ങളിൽ അല്ലാഹുവിനെ തലതാഴ്ത്തുന്നവരും സാഷ്ടാംഗം ചെയ്യുന്നവരും എഴുന്നേൽക്കുന്നവരുമായി രാത്രി സമയങ്ങൾ കഴിച്ചുകൂട്ടുന്നവർ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച രാത്രിയിൽ ഖാലിഖും മാലിക്കുമായ അല്ലാഹുവുമായി സംഭാഷണം നടത്തുകയും അല്ലാഹുവുമായി അടുക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങൾ
എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് വിശ്വാസിയുടെ രാവുകൾ എന്നതാണ് നമ്മുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉക്കും മിൻ ഫളിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യസ്മഊൻ. അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ അധികാരത്തെ സംബന്ധിച്ചും നമുക്ക് അറിയിച്ചു തരുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങളിൽ തെളിവുകളിൽ പെട്ടതാണ് മനാമുക്കും ബില്ലൈൽ, രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം, വന്നഹാർ, പകലിലും നിങ്ങളുടെ ഉറക്കം, മാത്രമല്ല വബ്തിഗാഉക്കും മിൻ ഫളിഹി, പകൽ സമയങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾ അവന്റെ ഔദാര്യത്തിൽ നിന്ന് തേടുകയും ജോലിയെടുക്കുകയും ബിസിനസ് നടത്തുകയും കൃഷി നടത്തുകയും അങ്ങനെ നിങ്ങളുടെ മഈശത്തിനു വേണ്ടി അധ്വാനിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിരിക്കുകയുമാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യസ്മഊൻ. കാര്യങ്ങൾ മനസ്സിലാക്കി കേൾക്കുന്ന ആളുകൾക്ക് അതിലെല്ലാം ധാരാളം തെളിവുകളുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഉറക്കം വരാതെ, ഏത് സമയവും ഉറക്കം വരാതെ സമാധാനമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ ഭൂമിലോകത്തുണ്ട്. ഉറക്കം വരാത്തതുകൊണ്ട് പല മരുന്നുകളും കഴിക്കുന്നവരുണ്ട്, മരുന്ന് കുത്തിവെക്കുന്നവരുണ്ട്. ഉറക്കം വരാത്തതിനാൽ പ്രയാസങ്ങൾ പലതും നേരിടുന്നവർ ഭൂമിയിലുണ്ട്. അതുപോലെ ഉറക്കത്തിൽ തന്നെയായിട്ട് ഉണർവ് ലഭിക്കാതെ ബോധരഹിതമായി തന്നെ മാസങ്ങളോളം കിടക്കുന്ന ആളുകൾ ഭൂമിലോകത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിശ്രമത്തിന് നമുക്ക് ഉറക്കം നൽകുകയും അതേസമയം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സമയങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ആരോഗ്യവും സന്ദർഭവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് നാം വളരെയേറെ ബോധവാന്മാരാകേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, വാഹനം ഓടിച്ചു പോകുന്ന ഒരു ഡ്രൈവർ, അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ വാഹനം പോയി എവിടെയോ ഇടിച്ചു, അല്ലെങ്കിൽ മറിഞ്ഞു വീണു. അങ്ങനെ അതാ പലരും മരണപ്പെട്ടു പോകും. മറുഭാഗത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ഉറങ്ങണമെന്ന് ആഗ്രഹിച്ച് കിടക്കുന്ന പലർക്കും ഉറക്കം വരാതെ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നു. അല്ലാഹു നമുക്ക് സുന്ദരമായ ഉറക്കവും ഉണർവുമെല്ലാം അവന്റെ നിഅമത്ത് കൊണ്ട് തന്നു. ആ അല്ലാഹു ജല്ല ജലാലുഹു ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്, ഭൂമികളെ സൃഷ്ടിച്ചവനാണ്. വലഖദ് ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ, ആകാശങ്ങൾക്കും ഭൂമികൾക്കും ഇടയിലുള്ള സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചവനാണ് അല്ലാഹു തആല. ഫീ സിത്തത്തി അയ്യാം, അതിന് അവൻ നിശ്ചയിച്ചത്, അവൻ തീരുമാനിച്ച് നടപ്പാക്കിയത് 6 ദിവസങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആ 6 ദിവസങ്ങൾ എന്നതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഇന്ന് നാം എണ്ണുന്ന 6 ദിവസത്തിന്റെ അത്രയും സമയമായിരിക്കാം. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ അവൻ തീരുമാനിച്ച ദിനങ്ങൾ അത് ഒരു പക്ഷേ 1000 ദിവസങ്ങൾ നിങ്ങളുടെ അടുക്കലുള്ള 1000 വർഷങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ദിവസമാണ് എന്നറിയിക്കുന്ന ആയത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച സമയത്തിൽ അവൻ ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചു. പണ്ഡിതന്മാര് പലരും പഠിപ്പിച്ചിട്ടുണ്ട്, ഞായറാഴ്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ സൃഷ്ടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതനുസരിച്ച് അവൻ സൃഷ്ടിപ്പ് തുടങ്ങി. വെള്ളിയാഴ്ചയോടുകൂടി അതിന് സമാപനം കുറിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അല്ലാഹു കുറെ അധ്വാനിച്ചു എന്നല്ല. യഹൂദികൾ അല്ലാഹുവിനെ സംബന്ധിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കാതെ അവര് പറഞ്ഞു, 6 ദിവസം ഈ ലോകം സൃഷ്ടിക്കാൻ വേണ്ടി പടച്ചവൻ അധ്വാനിച്ചതിനാൽ ശനിയാഴ്ച ദിവസം പടച്ചവൻ റെസ്റ്റ് എടുത്ത ദിവസമാണ്, വിശ്രമിച്ച ദിവസമാണെന്ന് പറഞ്ഞു കളഞ്ഞു. അല്ലാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹുവിന് റെസ്റ്റിന്റെ ആവശ്യമില്ല.
അവൻ വിശ്രമത്തിന്റെ ആവശ്യമുള്ളവനല്ല, അവൻ തളർന്നു പോകുന്നവനല്ല, ന്യൂനത സംഭവിക്കുന്നവനല്ല. അവൻ എന്തുകൊണ്ടും പരിപൂർണനാണ്. അല്ലാഹുവിന് ആകാശഭൂമികൾ സൃഷ്ടിക്കാൻ നാം ഒരു വസ്തു ഉണ്ടാക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു വസ്തു ഉണ്ടാകണമെന്ന് അവൻ ഉദ്ദേശിച്ചാൽ ഉണ്ടാകണമെന്ന ഒരു ഉത്തരവ് അല്ലാഹുവിങ്കിൽ നിന്നുണ്ടാകണമെന്നേ ഉള്ളൂ. ആ ഉത്തരവ് അല്ലാഹു ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കല. അങ്ങനെ എന്തും നിഷ്പ്രയാസമായി ഉണ്ടാക്കാൻ കഴിയുന്ന റബ്ബിന് ആകാശഭൂമികൾ സൃഷ്ടിക്കൽ ഒരു പ്രശ്നമുള്ളതല്ല. 6 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ സൃഷ്ടിക്കാൻ ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നതിനർത്ഥം പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഏതൊരു വിഷയവും അതിശീഘ്രതയിലും വേഗതയിലും ചെയ്യാതെ കഴിയുന്ന കാര്യങ്ങളും അതേ അടക്കത്തോടെ ഒതുക്കത്തോടെ സമാധാനത്തോടുകൂടിയാണ് ചെയ്യേണ്ടത് എന്നത് ലോകത്ത് സൃഷ്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1 സെക്കൻഡ് കൊണ്ട് കഴിയുന്ന വിഷയം 6 ദിവസം കൊണ്ട് ചെയ്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഇതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ആകാശഭൂമികളെ മുഴുവനും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞു, വമാ മസ്സനാ മിൻ ലൂബ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന്റെ പേരിലോ അല്ലാതെയോ യാതൊരു ക്ഷീണവും യാതൊരു പ്രയാസവും യാതൊന്നും തന്നെ നമ്മളെ സ്പർശിച്ചിട്ടില്ല. ഫസ്ബിർ അലാ മാ യഖൂലൂൻ. പക്ഷേ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ റബ്ബിനെ സംബന്ധിച്ച് അവന് ക്ഷീണമായിപ്പോയി എന്ന് പറയുന്നവര് ലോകത്തുണ്ട്. ഓ നബിയെ, സൃഷ്ടാവിനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങയെ സംബന്ധിച്ച് വെറും നമ്മളെപ്പോലൊരു മനുഷ്യനാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ എന്തിനെ സംബന്ധിച്ചും എന്തും പറയുന്ന ആളുകൾ ലോകത്തുണ്ട്. അവിടുന്ന് അതൊന്നും വില വെക്കേണ്ടതില്ല. ഫസ്ബിർ അലാ മാ യഖൂലൂൻ. വിവരമില്ലാത്ത ആളുകൾ അവര് പറയുന്ന സംസാരം, ആ സംസാരത്തിൽ തങ്ങൾ ക്ഷമ കൈക്കൊണ്ടോളൂ നബിയെ. പക്ഷേ അങ്ങയോട് നിർദ്ദേശിക്കാനുള്ളത്, അങ്ങയുടെ ഉമ്മത്തിനോട് നിർദ്ദേശിക്കാനുള്ളത്, ലോകത്തുള്ള എല്ലാവരോടും നിർദ്ദേശിക്കാനുള്ളത് വസബ്ബിഹി ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇശ് ശംസി വഖബ്ലൽ ഗുറൂബ് വമിനൽ ലൈലി ഫസബ്ബിഹുഹു വഇദ്ബാറസ് സുജൂദ്. ആകാശങ്ങളും ഭൂമികളുമെല്ലാം സൃഷ്ടിച്ച രാജാവതിരാജനായ എല്ലാം സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധതയെ വാഴ്ത്തണം. അവന് നിസ്കാരം നിർവഹിക്കണം. അവന്റെ മഹത്വങ്ങൾ പുകഴ്ത്തി പറയണം. അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. വസബ്ബിഹ് ബിഹംദി റബ്ബിക്. പ്രത്യേകിച്ചും ഖബ്ല തുലൂഇശ് ശംസി വഖബ്ലൽ ഗുറൂബ്. വലിയ ഒരു സൃഷ്ടിയാണ് സൂര്യൻ. സുബ്ഹാനല്ലാഹ്, ഈ ഭൂമിയേക്കാൾ എത്ര ഇരട്ടിയാണ് അതിന്റെ വലിപ്പം, എത്ര ദൂരെയാണിത് കിടക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ആ സൂര്യൻ ഏകദേശം 15 കോടിയോളം കിലോമീറ്റർ അകലെ ഉദിച്ചുയർന്നു നിൽക്കുന്ന സൂര്യൻ, അതിന്റെ ചൂടുകൊണ്ട് ഭൂമിയിലൂടെ നടന്നു പോകാൻ മനുഷ്യൻ പ്രയാസപ്പെടുകയാണ്. ആ സൂര്യന്റെ ചൂടുകൊണ്ട് ചൂടായ മണലിൽ ചവിട്ടാൻ മനുഷ്യന് കഴിയാതെ പോവുകയാണ്. ആ സൂര്യന്റെ ഊർജം കൊണ്ട് ഇവിടെ എത്രയോ എഞ്ചിനുകൾ വർക്ക് ചെയ്യുകയാണ്, എത്രയോ ലൈറ്റുകൾ കത്തുകയാണ്. ആ സൂര്യൻ മുഖേന, ആ സൂര്യന്റെ വെളിച്ചം ആസ്വദിച്ച് ഇവിടെ എത്രയോ കൃഷികളിൽ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ആ സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ട് കടലിലും കരയിലും വേലിയേറ്റത്തിലും ഇറക്കത്തിലും പലതും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ലൈറ്റുകളുണ്ടിവിടെ, എത്ര ബൾബുകളുണ്ടിവിടെ. പക്ഷേ എത്ര തന്നെ ബൾബുകൾ കത്തിയാലും പകൽ സമയത്തുള്ള വെളിച്ചത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഈ ചെറിയ ഗ്രൗണ്ടിൽ നമുക്കുണ്ടാക്കാൻ സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ലല്ലോ, ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഈ ലൈറ്റ് ഉണ്ടാകാൻ വേണ്ടി, ഈ മൈക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു വലിയ ജനറേറ്റർ വർക്ക് ചെയ്യുകയാണ്. ആ ജനറേറ്ററിന്റെ ശബ്ദം കൊണ്ട് പരിസരങ്ങളിലുള്ളവർക്ക് പ്രയാസപ്പെടുകയാണ്. അതിൽ ഡീസൽ ചെലവാവുകയാണ്. ഓപ്പറേറ്റർ അതിനുവേണ്ടി മെനക്കെട്ടിരിക്കുകയാണ്. അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് അതാ പലപ്പോഴും അതിന് ക്യാഷ് ചെലവഴിക്കുകയാണ്.
പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചു വെച്ച സൂര്യൻ 15 കോടിയോളം കിലോമീറ്റർ അകലെ ഒരൊറ്റ ബൾബ് അല്ലാഹു കത്തിച്ചപ്പോൾ ആ ബൾബ് കൊണ്ട് എത്ര ജില്ലയിലാണ്, എത്ര സ്റ്റേറ്റിലാണ്, എത്ര രാഷ്ട്രത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചം കൊടുത്തത്? ലോകത്തെ എത്ര സ്ഥലങ്ങളിലാണ് അതുകൊണ്ട് വെളിച്ചം കൊടുത്തിട്ടുള്ളത്? ഒരു ലിറ്റർ ഡീസൽ ചെലവില്ല, ഒരൽപ്പവും പെട്രോൾ വേണ്ട, അതിന്റെ യന്ത്രം തകരാറായി പോകുന്നത് ഭയപ്പെടേണ്ടതില്ല, ഓപ്പറേറ്റർ അതിനുവേണ്ടി മെനക്കെട്ടിരിക്കുന്നില്ല, 5 പൈസയും അതിന് വാടക കൊടുക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, കരണ്ടിന്റെ കാശടക്കാൻ കഴിയാതെ ബില്ല് വന്നിട്ട് വിഷമിക്കുന്നവരെത്രയുണ്ട്? പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു തന്ന സൂര്യന്റെ വെളിച്ചം, ആ സൂര്യൻ ഇവിടെ നമുക്ക് വെളിച്ചം തന്നത്, സൂര്യൻ മുഖേന അല്ലാഹു വെളിച്ചം തന്നതിന്റെ പേരിൽ ഒരു നയാകാശം നിങ്ങൾ വാടക അടക്കുന്നില്ലല്ലോ, അതിനുവേണ്ടി ഡീസലും പെട്രോളും ചെലവില്ലല്ലോ, നിങ്ങളുടെ തൊഴിലാളികളും മുതലാളിമാരും അതിന് മെനക്കെടുന്നില്ലല്ലോ. ഈ സൂര്യൻ അത് വലിയ അത്ഭുതകരമായ ഒരു വസ്തുവല്ലേ സഹോദരന്മാരെ? ഭൂമിയും വലിയ അത്ഭുതം തന്നെയല്ലേ? ഈ ഭൂമിയിൽ കുഴിച്ചു നോക്കിയപ്പോൾ നമുക്ക് വെള്ളം കിട്ടി. ഇവിടെ കുഴിച്ചു നോക്കിയത് താഴോട്ട് കുഴിച്ചതാണ്, വെള്ളം കിട്ടാനാണ്. പക്ഷേ അതും കഴിഞ്ഞ് നമ്മൾ വയനാട്ടിലേക്ക് പോയി, തൊട്ടിൽ പാലം കഴിഞ്ഞ് വയനാട്ടിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, കുറ്റ്യാടിയിലും നാദാപുരത്തുമൊക്കെ വെള്ളം കിട്ടാൻ വേണ്ടി താഴോട്ട് കുഴിച്ചു നോക്കിയ നാം വയനാട്ടിലേക്ക് കയറിപ്പോകുമ്പോ ചുരത്തിന്റെ മേലെ നിന്ന് ചിന്തിക്കുകയാണ്, ഇവിടെ വെള്ളം കിട്ടാൻ എത്ര കുഴിക്കണം അല്ലാഹ്. പക്ഷേ നമ്മൾ കാണുന്നത് അതാ ജീപ്പിങ്ങനെ വെച്ചിട്ട് ഡ്രൈവർമാര് അതാ എൻജിൻ തണുപ്പിക്കാൻ വേണ്ടി വെള്ളം പിടിച്ചു കൊടുക്കുന്നു. എത്ര ഉയരത്തിലാണ് ആ വെള്ളം പിടിച്ചു കൊടുക്കുന്നത്? ആ വെള്ളം എവിടെ നിന്ന് കുഴിച്ചെടുത്തു എന്ന് ചിന്തിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മളുള്ള ചുരത്തിന്റെയും എത്രയോ മേലെ നിന്ന് പൊട്ടിയൊലിക്കുന്ന വെള്ളമാണ്. അല്ലാഹു ഭൂമിയിൽ വെച്ച അവന്റെ സ്ഥിതിവിശേഷങ്ങൾ, അവൻ വെച്ചിട്ടുള്ള രൂപങ്ങൾ ഇവിടെ കുഴിക്കുമ്പോൾ താഴോട്ട് കുഴിച്ചിട്ട് വെള്ളം കിട്ടുന്ന നാം വലിയ പർവ്വതത്തിന്റെ മേലെ കയറി നോക്കുമ്പോൾ അതിന്റെയും മേലെ വെള്ളമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗത്ത് കടലാണ്, കടലിന്റെ മധ്യത്തിലാണല്ലോ ലക്ഷദ്വീപുകളുള്ളത്. പല ദ്വീപുകളിലും വിനീതനായി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അത്ഭുതം തന്നെയാണ്. ആ ദ്വീപിന്റെ 4 ഭാഗത്തും ഉപ്പുവെള്ളമാണ്, കടലാണ്. ഓരോ തലത്തു നിന്നും അപ്പുറത്തെ തല കാണുകയാണ്. പക്ഷേ ആ ചെറിയ ഒരു പപ്പടവട്ടത്തിലുള്ള സ്ഥലം, 1 കിലോമീറ്ററോ അര കിലോമീറ്ററോ മാത്രം വിസ്തീർണമുള്ള സ്ഥലം, ആ സ്ഥലത്ത് കുഴിച്ചു നോക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് കുടിക്കാൻ എന്തൊരു ശുദ്ധജലമാണ്, എന്തൊരു നല്ല വെള്ളമാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഭൂമി, അതിൽ ശുദ്ധജലം നൽകുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് തന്നെയാണ് മനുഷ്യൻ സർവ്വവിസർജന വസ്തുക്കളും കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. നമ്മുടെ എല്ലാ മ്ലേച്ഛ വസ്തുക്കളും സ്വീകരിക്കുന്നു ഭൂമി. അതേ ഭൂമിയിൽ മോശമായ വെള്ളങ്ങൾ മണ്ണിന്റെ ഉള്ളിലൂടെ ഫിൽട്ടർ ചെയ്തു പോവുകയാണ്, അത് ശുദ്ധീകരിച്ചു പോവുകയാണ്. എന്തൊരു വലിയ ഫിൽട്ടറാണ് ഈ ഭൂമി. സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ മരിച്ചാലും കൊണ്ടുപോയി വെക്കുന്നത് ഈ ഭൂമിയിൽ തന്നെ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ആ ഭൂമിയും അത്ഭുതം തന്നെയല്ലേ സഹോദരന്മാരെ? ആ ഭൂമി, അതിൽ തന്നെ ഒരു ഭാഗത്ത് നാം കാണുന്നു വല്ലാത്ത പുളിയുള്ള മരം, പുളിമരം. അതിനപ്പുറത്ത് സുബ്ഹാനല്ലാഹ് നല്ല മധുരമുള്ള മാങ്ങയുണ്ടാകുന്ന മരം. അതിന്റെ നേരെ അപ്പുറത്ത് നല്ല മധുരമുള്ള ചക്കയുണ്ടാകുന്ന മരം. അതിന്റെ അപ്പുറത്ത് കാഞ്ഞിരമരം, വേപ്പിൻ മരം. സുബ്ഹാനല്ലാഹ്, ഒരേ ഭൂമിയിൽ നിന്ന് തന്നെയുള്ള വളവും വെള്ളവും എല്ലാം വലിച്ചെടുത്തു നീങ്ങുന്ന സസ്യങ്ങളിൽ എന്തെല്ലാം വിധത്തിലുള്ള പഴങ്ങളാണ്, എന്തെല്ലാം കായകനികളാണ്, ഏതെല്ലാം വിധത്തിലുള്ള ഇലകളാണ്, എന്തെല്ലാം ബോഡികളാണ്. സുബ്ഹാനല്ലാഹ്, അത്ഭുതം തന്നെ. സൂര്യനും അത്ഭുതം തന്നെ, ചന്ദ്രനും അത്ഭുതം തന്നെ, ഭൂമിയും അത്ഭുതം തന്നെ. അല്ലാഹുവിന്റെ സൃഷ്ടികളെല്ലാം അത്ഭുതങ്ങൾ തന്നെ. എന്നാൽ അതാ ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്നൊരു സമയമില്ലേ, സൂര്യൻ അസ്തമിക്കുന്നൊരു സമയമില്ലേ? ആ സമയം രാവും പകലുമായി ചേഞ്ച് ചെയ്യുന്നൊരു സന്ദർഭമാണല്ലോ. ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ പ്രത്യേകമായി ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. മനുഷ്യന്റെ നന്മയും തിന്മയും എല്ലാം റിക്കാർഡാക്കി മലക്കുകൾ പ്രത്യേകം ഉയർന്നു പോകുന്ന സമയമാണ്.
ആ സമയത്തിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുകയാണ്, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇസ് ശംസി വഖബ്ലൽ ഖുറൂബ്. അതേ രാത്രിയുടെ അവസാനം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആ സമയവും വഖബ്ലൽ ഖുറൂബ്, അതേ സൂര്യൻ ഏകദേശം മറഞ്ഞു പോവുകയാണ്. പക്ഷേ ഇപ്പോൾ സൂര്യന്റെ വെളിച്ചം നമ്മൾ കാണുന്നുണ്ട്, തീരെ മറഞ്ഞിട്ടില്ല, അസ്തമിച്ചു കഴിഞ്ഞിട്ടില്ല. അസ്തമിച്ചു കഴിഞ്ഞാലും കുറഞ്ഞ സമയം ലൈറ്റ് അല്ലാഹു നമുക്ക് തരുന്നുണ്ടല്ലോ. ആ സമയങ്ങൾ പ്രധാനപ്പെട്ട സമയമാണ്. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം, അവന് തസ്ബീഹ് ചൊല്ലണം, അവന്റെ പരിശുദ്ധത വാഴ്ത്തണം. നിങ്ങൾ അതാ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബ്ഹി നിസ്കരിക്കണം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ദുഹറും അസ്റും നിസ്കരിക്കണം. വമിനൽ ലൈലി ഫസബ്ബിഹു, രാത്രി സമയത്ത് നിങ്ങൾ അതാ മഗ്രിബും ഇശാഉം നിസ്കരിക്കണം. അങ്ങനെ സുബ്ഹിയും ദുഹറും മഗ്രിബും ഇശാഉം നിസ്കരിച്ചാൽ മാത്രം പോരാ. ആ സന്ദർഭം പ്രത്യേകം തസ്ബീഹിനും പ്രത്യേകം അനുയോജ്യമായ സമയമാണ്. നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, നിങ്ങൾ ദിക്റുകൾ ചൊല്ലണം. വൈദ്ബാറ സുജൂദ്, നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട നിസ്കാരങ്ങളുടെ ഉടനെയും നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, നിങ്ങൾ ദിക്റ് ചൊല്ലണം. 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നതിന്റെ പുറമെ നിങ്ങൾ ആ നിസ്കാരങ്ങളുടെ ശേഷം ദിക്റുകളും ഔറാദുകളും കൊണ്ടുവരണം. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഫസബ്ബിഹു വഇദ്ബാറ സുജൂദ്. മനുഷ്യൻ, ആ മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനാണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് നാം മനുഷ്യരെ സൃഷ്ടിച്ചത്. അല്ലാഹു ജല്ല ജലാലുഹു അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് മനുഷ്യൻ, അല്ലാഹുവിനെ സ്മരിക്കാനാണ് മനുഷ്യൻ. അപ്പോൾ പിന്നെ നമ്മൾ ജോലിയെടുക്കുന്നതോ കൃഷി ചെയ്യുന്നതോ നാം ബിസിനസ് നടത്തുന്നതോ ബിസിനസ്സിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും യാത്ര ചെയ്യുന്നതോ പഠിക്കുന്നതോ പഠിപ്പിക്കുന്നതോ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതോ അതെല്ലാം അല്ലാഹുവിനെ ദിക്റ് ചൊല്ലാൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ, ഇവിടെ ജീവിതം നയിക്കാനുള്ള ഉപാധികളാണ്. എല്ലാം വേണം, ജോലി വേണം, കച്ചവടം വേണം, കൃഷി വേണം. അതെല്ലാം എന്തിന്? ജീവിക്കാനാണ്. ജീവിക്കുന്നത് എന്തിന്? എന്റെ സൃഷ്ടാവായ റബ്ബിന് സമർപ്പിക്കാനാണ്. ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ നിസ്കാരം, എന്റെ ഇബാദത്ത് എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകവും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവിന് സമർപ്പിക്കുന്നതാണ്. അങ്ങനെ ആ രാജാവുമായി നിരന്തരം മനസ്സിന്റെ ബന്ധമുള്ളവർ അവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുമായി മനുഷ്യന്റെ ബന്ധം, സൃഷ്ടികളുമായി മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് പകൽ സമയങ്ങളിലാണ്. ആ ബന്ധത്തിൽ ആർക്കും ശല്യം ചെയ്യാതെ വിനയാന്വിതരായി ജീവിക്കുന്നവർ, മറുഭാഗത്ത് ആരെങ്കിലും ഇങ്ങോട്ട് ശല്യം ചെയ്താൽ അതിന് മാപ്പ് കൊടുക്കുന്നവർ, പകരം ചെയ്യണമെന്ന മനസ്ഥിതിയില്ലാത്തവർ, അത് പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രിയിൽ സുജൂദ് ചെയ്യുന്നവരായും എഴുന്നേൽക്കുന്നവരായും രാത്രി സമയം കഴിച്ചുകൂട്ടുന്നവരാണവർ. ഏത് സമയവും ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ, അവന്റെ മനസ്സെപ്പോഴും അല്ലാഹുവിലേക്ക് തിരിഞ്ഞതാണല്ലോ. സന്തോഷം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ഒരു കാര്യം ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹ്, ഒരു നല്ല സന്തോഷമുള്ളത് കണ്ടാൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹ്. അവനൊരു മുസീബത്തുണ്ടായാൽ ഇന്നാ ലില്ലാഹ് ഇന്നാ ലില്ലാഹ്. അങ്ങനെ ഏത് സമയം നോക്കിയാലും
അവന്റെ നാവിൽ, അവന്റെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത. അതാണല്ലോ ഒരു സത്യവിശ്വാസി. അത്തരം സത്യവിശ്വാസികൾ പ്രത്യേകിച്ചും രാത്രി സമയം അല്ലാഹുവിനുള്ള തസ്ബീഹിലും അല്ലാഹുവിനുള്ള ദിക്റിലും അല്ലാഹുവിനുള്ള ഇബാദത്തിലും അവർ ചെലവഴിക്കുന്നു. അവരുടെ ആരോഗ്യത്തിനാവശ്യമായ വിശ്രമ സമയം കഴിച്ച് ബാക്കിയുള്ള സമയം അല്ലാഹുവിന്റെ ദിക്റിൽ അവർ ചെലവഴിക്കുന്നു. അത് സത്യവിശ്വാസികളുടെ മഹാന്മാരുടെ സവിശേഷതയായി അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം പറയുകയാണ്. സഹോദരന്മാരെ, ഞാൻ കുറച്ച് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് വലിയ ഫലം കിട്ടുന്ന അല്പം വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ഹജ്ജ്, ഉംറ, അത് വളരെ പ്രധാനപ്പെട്ട അമലാണെന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ദിവസേന ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഒരു സൽക്കർമ്മം. എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു നമുക്ക് തരുന്ന ഒരു സൽക്കർമ്മം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഒരാൾക്ക് സാധിച്ചാൽ അത് വലിയ ഭാഗ്യമായിപ്പോയി. അതിന് സാധിക്കുന്നവർ അതിനുവേണ്ടി തുനിഞ്ഞാൽ അവരിത്ര വലിയ ഭാഗ്യവാന്മാരാണ്. കണ്ടോളൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ, ഒരാൾ ജമാഅത്തായി സുബ്ഹി നിസ്കാരം നിർവഹിച്ചാൽ, ثم قعد يذكر الله حتى تطلع الشمس, ശേഷം അദ്ദേഹം സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഇരുന്നാൽ, ജമാഅത്തായി സുബ്ഹിയും നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റും ചൊല്ലി ഇരുന്നാൽ, ثم صلى ركعتين, സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം 2 റകഅത്ത് നിസ്കാരം അവൻ നിർവഹിക്കുകയും ചെയ്താൽ, കാനത് ലഹു കാജിരി ഹജ്ജത്തിൻ വ ഉംറ താമ്മത്തിൻ താമ്മ, പൂർണ്ണമായ ഒരു ഹജ്ജും പൂർണ്ണമായ ഒരു ഉംറയും ചെയ്തതുപോലെ അല്ലാഹു പ്രതിഫലം നൽകും. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എന്തിനാണ് വഅദ് പറയുന്നത്? എന്തിനാണ് ഇൽമിന്റെ സദസ്സ്? എന്തിനാണ് ഇൽമിന്റെ സദസ്സിൽ വളരെ പ്രയാസം നേരിട്ട് നമ്മൾ വന്നിരിക്കുന്നത്? മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, ഇൽമിന്റെ വഴിയിൽ കടന്നവന് സ്വർഗത്തിലേക്ക് വഴി അല്ലാഹു എളുപ്പമാക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇൽമ് പഠിക്കുന്നവർ, ആ ഇൽമനുസരിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് എളുപ്പമായ വഴികൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ടല്ലേ സഹോദരന്മാരെ? ഞാൻ പറയട്ടെ, മറ്റ് കാര്യമായ ജോലികളൊന്നുമില്ലാത്ത എത്രയെത്ര ആളുകളുണ്ട്. ഞാൻ പറയുന്നു, പലപ്പോഴും വേറെ ഒരു ജോലിയുമില്ലാത്ത, അതേ സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ കാര്യമായ ഒരു ജോലിയുമില്ലാത്തവരല്ലേ നമ്മിൽ പലരും. ചോദിക്കട്ടെ, ഒരു അരമണിക്കൂർ സമയം അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം നമുക്കൊരു ഹജ്ജ് ചെയ്യാൻ വേണ്ടി, ഒരു ഉംറ ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് ചെലവഴിച്ചുകൂടെ? ഒരു ഹജ്ജും ഉംറയും ചെയ്യണമെങ്കിൽ എത്ര പ്രയാസമുണ്ട്, എത്ര പണം ചെലവുണ്ട്. എന്നാൽ ഒരു ഹജ്ജും ഉംറയും പരിപൂർണമായി ചെയ്ത പ്രതിഫലമല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്യുന്നത്? ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അത് നമുക്ക് കാണാം. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നു, ലഅൻ അഖഉദ മാ ഖൗമിൻ യദ്കുറൂനല്ലാഹ മിൻ സ്വലാത്തിൽ ഗദാത്തി ഹത്താ തത്ലുഅ അശംസു അഹബ്ബു ഇലയ്യ മിൻ അൻ ഉതിഖ അർബഅതൻ മിൻ വൽദി ഇസ്മാഈൽ വലഅൻ അഖഉദ മാ ഖൗമിൻ യദ്കുറൂനല്ലാഹ മിൻ സ്വലാത്തിൽ അസ്രി ഇലാ അൻ തഗ്റുബ അശംസു അഹബ്ബു ഇലയ്യ മിൻ അൻ ഉതിഖ അർബഅ. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അതേ സൂര്യൻ ഉദിക്കുന്നത് വരെ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ കൂടെ ഇരുന്ന് ഞാനും ദിക്ർ ചൊല്ലുന്നുവെങ്കിൽ, ആരൊരാള് ദിക്ർ ചൊല്ലുന്നുണ്ടെങ്കിൽ ആ ദിക്ർ ചൊല്ലുന്ന വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണ്, അത് അഹബ്ബു ഇലയ്യ മിൻ അൻ ഉതിഖ അർബഅതൻ മിൻ വൽദി ഇസ്മാഈൽ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ജനിച്ച മഹാനാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതൊരു ഉന്നത തറവാടാണെന്നതിൽ സംശയമില്ലല്ലോ. ആ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ജനിച്ച ഒരു 4 അടിമകളെ വാങ്ങി മോചിപ്പിക്കുന്ന പ്രതിഫലം അതിനേക്കാൾ എനിക്ക് താല്പര്യമുള്ളതാണ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് വരെ ദിക്ർ ചൊല്ലുന്നവരുടെ കൂടെ ഇരിക്കലെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് വീണ്ടും അവിടുന്ന് പറയുന്നു, അസറിന് ശേഷം ഒരാൾ ഇലാ അൻ തഗ്റുബ ശംസു, സൂര്യൻ അസ്തമിക്കുന്നത് വരെ ദിക്ർ ചൊല്ലിയിരുന്നാലോ അഹബ്ബു ഇലയ്യ മിൻ അൻ നുതിക അർബഅതൻ, 4 ആളുകളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യമുള്ളതാണ്. അപ്പൊ അല്ലാഹു ജല്ല ജലാലുഹു അസറിന്റെ ശേഷവും സുബ്ഹിന്റെ ശേഷവും രാത്രിയുമായി അടുത്ത സമയമാണ് അസറിന്റെ ശേഷം, രാത്രിയുമായി അടുത്ത മറ്റൊരു ഭാഗമാണ് സുബ്ഹിന്റെ ശേഷം. ആ 2 സമയങ്ങളിലും ദിക്റുമായി ഇരിക്കുന്നവർക്ക് വലിയ പ്രതിഫലം വാഗ്ദത്തം ചെയ്യുകയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സഹോദരന്മാരെ, അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുക, അല്ലാഹുവിനെ പുകഴ്ത്തുക, അവന്റെ മഹത്വം അതാ എടുത്തു പറയുക, അവനെ നിസ്കാരം നിർവഹിക്കുക, അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. ലോകമൊട്ടാകെ അടക്കി ഭരിക്കുന്ന ഒരു രാജാവ്, ആ രാജാവിനോട് സംഭാഷണത്തിന് എത്രത്തോളം കൂടുതൽ അവസരം ലഭിക്കുന്നുണ്ടോ, സംഭാഷണത്തിന് ആർക്ക് ഭാഗ്യം ലഭിക്കുന്നുണ്ടോ, അവനല്ലേ ഏറ്റവും വലിയ ഭാഗ്യവാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, രാജ്യത്തെ ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥനുമായി ഇരുന്നൊന്ന് സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടിയാൽ എന്തൊരു അഭിമാനമാണ്. കലക്ടറുമായി ഇരുന്നൊന്ന് സംസാരിക്കാൻ സമയം കിട്ടിയാൽ എന്തൊരു അഭിമാനമാണ്. ഒരു മന്ത്രിയുമായോ മുഖ്യമന്ത്രിയുമായോ സംസാരിക്കാൻ കൂടുതൽ അവസരം കിട്ടിയാൽ എന്തൊരു അഭിമാനമാണ്. അതേ പ്രധാനമന്ത്രിയുമായി 5 മിനിറ്റ് നേരം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെയേറെ പ്രധാനമന്ത്രിയുടെ അടുക്കൽ അടുപ്പമുള്ളവനാണെന്നല്ലേ, വലിയ സ്ഥാനമുള്ളവനാണെന്നല്ലേ. എന്നാൽ സഹോദരന്മാരെ, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചില്ലേ, ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ഏത് ഭരണാധികാരിയാണെങ്കിലും അവരെല്ലാം സ്വന്തം ശരീരത്തിൽ തന്നെ ഭരണമില്ലാത്തവരല്ലേ. സർവ്വലോകത്തെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ റബ്ബ്, ആ രാജാവുമായി കൂടുതൽ സംഭാഷണത്തിന് സമയം കിട്ടുന്നവനാരാണോ, ഭാഗ്യം ലഭിക്കുന്നവനാരാണോ, അവനല്ലേ ആ രാജാവുമായി അടുത്തവൻ, അവനല്ലേ അഭിമാനം കൊള്ളേണ്ടവൻ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഫർളായ നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നതിന്റെ പുറമെ നമ്മൾ ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കണം. ആ സുന്നത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതേ ഓരോ ഫർളിന്റെയും മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ. അതിൽ നമ്മൾ സാധാരണ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എണ്ണിയിട്ടുണ്ട് 10 റകഅത്ത് സുന്നത്ത് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. സുബ്ഹിന് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2. എന്നാൽ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾക്ക് സ്വർഗത്തിലൊരു വീട്, ആ സ്വർഗത്തിലൊരു വീട് നിങ്ങൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ ഈ വീടുകൾ, ഇവിടെയുള്ള വീടുകളില്ലേ, ഉണ്ടാക്കിയ വീടൊന്നും മതിയാകാതെ അതെല്ലാം പറിച്ചു മാറ്റിയിട്ട് പിന്നെയും വലിയ വലിയ വീടുകൾ നിർമ്മിക്കാനുള്ള ആഗ്രഹത്തിലല്ലേ നാം, ഉള്ള വീടുകൾ വീണ്ടും വികസിപ്പിക്കുന്ന തിരക്കിലല്ലേ നാം, അതിന്റെ പെയിന്റ് മതിയായില്ലെന്ന ചിന്തയിലല്ലേ നാം, അതിന്റെ റൂമുകൾ മതിയായില്ല എന്ന ചിന്തയിലല്ലേ നാം. പക്ഷേ എത്ര വലിയ കോടീശ്വരൻ ഏത് വീട് നിർമ്മിച്ചാലും ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ നിർവാഹമില്ലല്ലോ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത മുതലാളിമാരുണ്ടോ? ഓ സഹോദര, എന്നെന്നും താമസിക്കുന്നൊരു വീട് സ്വർഗത്തിൽ ബുക്ക് ചെയ്യേണ്ടതില്ലേ, നിർമ്മിച്ചു വെക്കേണ്ടതില്ലേ? അതിനൊന്ന് പതിവാക്കിക്കോളൂ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ അബ്ദിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമായ അടിമയും യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ 12 റകഅ. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 റകഅത്ത് നിസ്കാരമാ പറയുന്നത്. ഓരോ ദിവസവും 12 റകഅത്ത് നിസ്കാരം ഒരാൾ നിസ്കരിക്കുന്നുവെങ്കിൽ തതവ്വുഅൻ ഗൈറ ഫരീളത്തിൻ, ഫർളല്ല സുന്നത്തായ നിസ്കാരം, ഒരു 12 റകഅത്ത് നിസ്കാരം ഫർളിന്റെ പുറമെ ദിവസേന നിസ്കരിക്കുന്നുവെങ്കിൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു അവനൊരു വീട് നിർമ്മിച്ചു വെക്കും. ഓ സഹോദരിമാരെ, ആസിയ ബീവി റളിയല്ലാഹു അൻഹാ മഹദിയെ ഫിർഔൻ കിരാതമർദ്ദനങ്ങൾക്ക് വിധേയമാക്കി കൈക്കും കാലിനുമൊക്കെ
മലർത്തിക്കിടത്തിയിട്ട് കൈക്ക് ആണിവെച്ച് അടിച്ചേറ്റുമ്പോൾ, കാലിന് ആണിവെച്ച് തറിച്ചേറ്റുമ്പോൾ, നെഞ്ഞത്ത് അതാ ആണി അടിച്ചേറ്റാൻ ശ്രമിക്കുമ്പോൾ, ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ആണികൾ വെച്ചടിച്ചേറ്റുമ്പോൾ, ഉമ്മമാരെ, ബീവി ആസിയ റളിയല്ലാഹു അൻഹാ അപ്പോൾ പ്രാർത്ഥിച്ചത് ഖുർആനിലുണ്ട്. ബിബിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി. അല്ലാഹുവേ, എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയണേ റബ്ബേ. ഉമ്മമാരെ പതിവാക്കിക്കോ, ചെറുപ്പക്കാരെ പതിവാക്കിക്കോ, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് പഠിപ്പിക്കുകയാണ്. 12 റകഅത്ത് സുന്നത്ത് നിസ്കാരം ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർബഅൻ ഖബ്ല അൽ-ളുഹ്രി, ളുഹറിന് മുമ്പ് 4 റകഅത്ത് സുന്നത്ത്, വറകഅത്തൈനി ബഅദഹാ, ളുഹറിന് ശേഷം 2 റകഅത്ത് സുന്നത്ത്, വറകഅത്തൈനി ബഅദൽ മഗ്രിബി, മഗ്രിബിന് ശേഷം 2 റകഅത്ത് സുന്നത്ത്, വറകഅത്തൈനി ബഅദൽ ഇശാഇ, ഇശാഇന് ശേഷം 2 റകഅത്ത് സുന്നത്ത്, വറകഅത്തൈനി ഖബ്ല സ്വലാത്തിൽ ഫജ്രി, സുബ്ഹി നിസ്കാരത്തിന് മുമ്പ് 2 റകഅത്ത് സുന്നത്ത്. ഇത് നിങ്ങൾ പതിവാക്കിക്കോളൂ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ വീട് തരുമെന്ന് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ സാധുക്കളായ അടിമകളാണ്, ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ്. ഞങ്ങളെ മജ്ലിസ് നീ ബറക്കത്തുള്ളതാക്കണം റഹ്മാനേ, നിന്റെ സ്വർഗ്ഗം ലഭിക്കാൻ കാരണമാക്കുന്ന മജ്ലിസാക്കണം റഹ്മാനേ. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം, സ്വർഗ്ഗത്തിൽ ഒരു വീട് ബുക്ക് ചെയ്യാൻ, ഒരു വീട് നിർമ്മിക്കാൻ ഞാൻ ഈ 12 റകഅത്ത് സുന്നത്ത് എന്റെ ജീവിതത്തിൽ മരണം വരെ നിർവഹിക്കുമെന്ന് ഉറപ്പിച്ച് തീരുമാനിക്കണം. നമ്മുടെ സദസ്സിൽ നിന്ന് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ സഹോദരിമാരോടും സഹോദരന്മാരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് സമയത്താണ് മരണമെന്ന് നമുക്കറിയില്ല, എപ്പോഴാണ് നമുക്ക് കുനിയാനും നീരാനും കഴിയാതെ കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള സമയത്ത്, അതേ നാം സുന്നത്തുകൾ നിസ്കരിച്ചാലോ ആരോഗ്യമില്ലാതെ കടന്നുപോകുന്ന സമയത്ത് അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ആ സുന്നത്തിന്റെ പ്രതിഫലം നിസ്കരിക്കാൻ കഴിയാത്ത സമയത്ത് അല്ലാഹു നമുക്ക് തരും. അതിനുവേണ്ടി സുന്നത്ത് നിസ്കാരം ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. ഈ നിസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതേ റക്അത്തുൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ, നിങ്ങൾക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നതിനേക്കാൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിനേക്കാൾ, നിങ്ങൾക്ക് എല്ലാ ടൗണുകളും നിങ്ങളുടെ കൈവശത്തിലാകുന്നതിനേക്കാൾ എത്രയോ ഖൈറാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം സുബ്ഹിന് മുമ്പ് നിസ്കരിക്കുന്നതെന്ന് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പഠിപ്പിക്കുന്നു. കുറച്ചു നേരത്തെ തന്നെ ഉറക്ക് തെളിഞ്ഞ് സുബ്ഹിന് മുമ്പ് തന്നെ നിസ്കാരം നിർവഹിക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്ന് ഞാൻ എന്റെ സഹോദരന്മാരോട് ഉണർത്തുകയാണ്. മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഹദീസിലുണ്ട്. സഹാബികൾ ഇത് നിസ്കരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നരകം ഹറാമാക്കപ്പെടുമെന്ന് ഹദീസിൽ വന്ന ഒരു നിസ്കാരം, നരകം ഹറാമാക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നൊരു നിസ്കാരം, അതെന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, മൻ ഹാഫള അലാ 4 റക്അത്തിൻ ഖബ്ല അൽ-ളുഹ്രി വ 4 ബഅദഹാ ഹറമഹുല്ലാഹു അലൻ നാർ. ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, ളുഹറിന് ശേഷം 4 റക്അത്ത് സുന്നത്ത് ഒരാളെന്നും പതിവാക്കി നിസ്കരിച്ചാൽ ഹറമഹുല്ലാഹു അലൻ നാർ, നരകം അവൻ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം അഹ്മദ്, തിർമിദി, അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജ തുടങ്ങി ധാരാളം ഹദീസ് മുഹദ്ദിസുകൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു തന്ന ഒരു നിസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് റഹ്മത്ത് ലഭിക്കാൻ പ്രാർത്ഥിച്ചു തന്നൊരു നിസ്കാരം. ആ പ്രാർത്ഥിച്ചത് എന്നെ പോലുള്ള ഒരു മനുഷ്യനല്ല, ഏതോ ഒരു മുസ്ലിയാരല്ല, ഏതോ ഒരു വ്യക്തിയല്ല. ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഒരു പാപവും ചിന്തിച്ചു പോകാത്ത, ഒരു പാപവും സംഭവിച്ചു പോകാത്ത അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ആർക്ക്?
റഹിമല്ലാഹു ഇംറഅൻ സല്ലാ ഖബ്ലൽ അസ്രി അർബഅൻ, അസ്റിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്നവന് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്തിലെ അവിടുത്തെ ദുആ 4 റക്അത്ത് നിസ്കാരം അസ്റിന് മുമ്പ് നിസ്കരിക്കുന്നവന് ലഭിക്കുമെന്നതാണല്ലോ അത് പഠിപ്പിക്കുന്നത്. ഇനി സഹോദരന്മാരെ, ധാരാളം ഹദീസുകൾ ഇങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ രാത്രി സമയം പ്രത്യേകം നിസ്കാരത്തിന് പ്രത്യേകം ബഹുമാനമുള്ള സന്ദർഭമാണ്. സുബ്ഹാനല്ലാഹ്, രാത്രിയും പകലുമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു സൃഷ്ടികളുമായി ബന്ധപ്പെടാൻ കൂടുതൽ സമയവും ചെലവഴിക്കാൻ നമുക്ക് തന്ന് പകലാണെങ്കിൽ രാത്രി സമയം, ആ രാത്രി സമയത്ത് അല്ലാഹുമായി മനുഷ്യൻ ആരും കാണാതെ ആരും അറിയാതെ രഹസ്യമായി റബ്ബുമായി സംഭാഷണം നടത്താൻ ഏറ്റവും നല്ല സന്ദർഭമായി അല്ലാഹു തന്നിട്ടുള്ള സമയമാണ് രാത്രി സമയം. ഈ രാത്രി സമയങ്ങൾ അത് നമുക്ക് സൊറ പറഞ്ഞു പോക്കാനുള്ള സമയമല്ല. രാത്രി സമയങ്ങൾ ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഔറത്ത് മറക്കാത്ത പെണ്ണിനെയും ഔറത്ത് മറക്കാത്ത ആണിനെയും അതാ ഹറാം ഹലാലുമില്ലാതെയുള്ള കളികൾ കാണാനുള്ള സമയമല്ല. എന്റെ സഹോദരിമാരെ, സിനിമ കാണാനുള്ള സമയമല്ല രാത്രി സമയങ്ങൾ. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സമയത്ത് ഇശാഇന് ശേഷം നമ്മോട് പറഞ്ഞത്, ഇശാഇന് ശേഷം നിങ്ങൾ സംസാരിക്കരുതെന്നാണ്. നല്ല കാര്യങ്ങൾ സംസാരിക്കാം, ഇൽമു പറയാം, ദിക്ർ ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം, ഖുർആൻ ഓതാം, അതുപോലെ സാലിഹീങ്ങളുടെ ചരിത്രം പറയാം, സാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ അയവിറക്കാം. ഒരു അതിഥി വന്നാൽ ആ അതിഥിയോടുള്ള സന്തോഷത്തിന് വേണ്ടി സംസാരിക്കാം. അതുപോലെ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നവർ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭാര്യയുമായി കിടപ്പറയിൽ സംസാരിക്കാം. പക്ഷേ ഗീബത്ത് പറയരുത്. ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പോ അനുജന്റെ ഭാര്യയെ സംബന്ധിച്ചോ, ജ്യേഷ്ഠന്റെ ഭാര്യയെ സംബന്ധിച്ചോ, പെങ്ങന്മാരെ സംബന്ധിച്ചോ, ഉമ്മയെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ജ്യേഷ്ഠനെ കുറിച്ചോ അനുജനെ കുറിച്ചോ, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്ത്രീകളെ കുറിച്ചോ പുരുഷന്മാരെ കുറിച്ചോ, അങ്ങനെയുള്ള വിഷയങ്ങൾ അന്യന്റെ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞുകൊണ്ടല്ല കിടന്നുറങ്ങേണ്ടത്. അത് അള്ളാഹുവിന്റെ അടിമകൾക്ക് ചേർന്നതല്ല, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് ചേർന്നതല്ല. അനാവശ്യമായ സംസാരം പറഞ്ഞുകൊണ്ടല്ല ഉറക്കം നയിക്കേണ്ടത്. അതുപോലെ നിങ്ങൾ ഓർക്കണം, ഉറക്കം അത് മരണത്തിന്റെ ഒരു കൂട്ടുകാരനാണ്. ഒരു ചെറിയ മരണമാണ് ഉറക്കം. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് എല്ലാവരുടെയും റൂഹ് പിടിക്കുന്നവൻ. വല്ലത്തി ലം തമുതു ഫീ മനാമിഹാ. അതേ, ഈ മരണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് വാസ്തവത്തിൽ ഉറക്കം. ആ ഉറക്കിൽ അങ്ങനെ തന്നെ മരിച്ചുപോയ എത്ര ആളുകളുണ്ട്, ഉറങ്ങിക്കിടന്ന് അങ്ങനെ തന്നെ മരിച്ചുപോയ എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ടല്ല നാം നമ്മുടെ മരണത്തിലേക്ക് പോകേണ്ടത്. നാം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കാലകാലമുള്ള ഉറക്കമല്ലെങ്കിൽ കുറെ കാലത്തേക്കുള്ള ഉറക്കം, ആ ഉറക്കം ചിന്തിച്ചുകൊണ്ടല്ലേ ഉറങ്ങേണ്ടത്, അതിന് സമ്പാദിച്ചുകൊണ്ടല്ലേ ഉറങ്ങേണ്ടത്, അതിന് വേണ്ടത് ചെയ്തുകൊണ്ടല്ലേ ഉറങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിക്കുകയാണ്. ഇശാഇന്റെ ശേഷം നിങ്ങൾ അനാവശ്യ സംസാരം സംസാരിക്കരുത്. ഇശാഇന്റെ ശേഷം നിങ്ങൾ അനാവശ്യമായ വിഷയങ്ങളിൽ ചെലവഴിക്കരുത്. നിങ്ങൾ വേഗം തന്നെ കിടന്നുറങ്ങാൻ നോക്കിക്കോളൂ. നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന സദസ്സുകൾ, നല്ല കാര്യം സംസാരിക്കുന്ന വേദികൾ, അതിന് വിരോധമില്ല. മഹാന്മാരായ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചിലപ്പോൾ ഇൽമിന്റെ സദസ്സുകൾ അതാ നിസ്കാരത്തിന് ശേഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇൽമ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും തന്നെ ഇന്ന് നമ്മുടെ വീടുകളിലും നാടുകളിലും കാണുന്നത് പോലെ സിനിമയും കണ്ടുറങ്ങുന്ന ഒരേർപ്പാട്, ഹറാമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറങ്ങുന്ന ഒരേർപ്പാട്, അത് രാത്രി സമയത്ത് നമ്മൾ ചെയ്യേണ്ടവരല്ല. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജനൻ വഖിയാമാ. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് അല്ലാഹുവിനെ സുജൂദും ഖിയാമുമായി നൃത്തവും സാഷ്ടാംഗവുമായി കഴിച്ചുകൂട്ടുകയാണ് സജ്ജനങ്ങളായ ആളുകളുടെ പതിവ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ രാത്രി സമയം കഴിഞ്ഞു കിടക്കുന്ന രാവിലെയും രാത്രിയോടടുക്കുന്ന വൈകുന്നേരവും തന്നെ ദിക്റിലും തസ്ബീഹിലും ചെലവഴിക്കണമെന്നല്ലേ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതാ വാതിന് വന്നവർക്ക് ചില കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറയാം. രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ച ധാരാളം ദിക്റുകളുണ്ട്.
അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ. നിങ്ങൾ നോക്കൂ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ. വളരെ പ്രധാനപ്പെട്ടൊരു ദിക്റാണ്. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലിയാൽ വിഷം തൂണ്ടുകയില്ല, തേളുകുത്തുകയില്ല, പാമ്പ് കടിക്കുകയില്ല, പല ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റ എല്ലാവർക്കും അറിയുന്നതല്ലേ അത്? അല്ലാഹുവിന്റെ കലിമത്ത് കൊണ്ട് ഞാൻ കാക്കുന്നു, മിൻ ശർരി മാ ഖലഖ, സർവ്വ സൃഷ്ടികളുടെയും ശർറിൽ നിന്ന്. ഇതാണ് അതിന്റെ അർത്ഥം. നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഹുവസ് സമീഉൽ അലീം. രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്റാണ്. 3 പ്രാവശ്യം പതിവാക്കി ചൊല്ലിക്കോളൂ. അല്ലാഹുവിന്റെ പേരുകൊണ്ട്. എങ്ങനെയുള്ള പേരാണ്? ആ പേരിന്റെ കൂടെ ഭൂമിയിലും ആകാശങ്ങളിലും ഒന്നും തന്നെ ഉപദ്രവിക്കുകയില്ല എന്നർത്ഥം വരുന്ന മഹത്തായ ദിക്ർ രാവിലെയും വൈകുന്നേരവും പ്രത്യേകം സുന്നത്താണ്, വലിയ കാവലുള്ളതാണ്. ഇനിയും നിങ്ങൾക്ക് കാണാം ധാരാളം ദിക്റുകളുണ്ട്. ഇപ്പോൾ അതൊക്കെ പറയാൻ നമുക്ക് സാധ്യമല്ല. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു രചിച്ച ബിർദുൽ ലത്തീഫ്, ആ ബിർദുൽ ലത്തീഫ് രാവിലെയും വൈകുന്നേരവും പതിവാക്കിയാൽ അതിൽ ഏകദേശ ദിക്റുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, കേട്ടില്ലേ നിങ്ങൾ? മഹാനായ സഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ സമീപത്തൊരാൾ വന്ന് പറഞ്ഞു, ഖദിഹ്തറഖ ബൈതുക്, അബൂദർദാ നിങ്ങളുടെ വീട് കത്തിക്കരിഞ്ഞുപോയി. അബൂദർദാ പറഞ്ഞു, മഹ്തറഖ, എന്റെ വീട് കത്തിയിട്ടില്ല. ലം യകുനില്ലാഹു അസ്സ വജല്ല യഫ്അലു ദാലിക, അല്ലാഹു അങ്ങനെ ചെയ്യില്ല. എന്റെ വീട് കത്തിയിട്ടില്ല, അല്ലാഹു അങ്ങനെ ചെയ്യില്ല. കാരണം ബികലിമാത്തിൻ സമീഅതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാലഹാ അവ്വല നഹാരിഹി ലം യുസിബഹു മുസീബ ഹത്താ യുംസിയ വമൻ ഖാലഹാ ആഖിറ നഹാർ ലം യുസിബഹു മുസീബ ഹത്താ യുസ്ബിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതല്ലേ? രാവിലെ ആ ദിക്ർ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഒരു മുസീബത്തും സംഭവിക്കുകയില്ല. വൈകുന്നേരം ആ ദിക്ർ ചൊല്ലിയാൽ നേരം വെളുക്കുന്നത് വരെ ഒരു മുസീബത്തും സംഭവിക്കുകയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടതല്ലേ? എന്താണ് ആ ദിക്ർ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വഅൻത റബ്ബുൽ അർശിൽ അളീം മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم. ഇന്നലെ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ CD ഇന്ന് കിട്ടും. കഴിഞ്ഞ കൊല്ലം 8 ദിവസം പ്രസംഗിച്ചതിന്റെ MP3 8 ദിവസത്തെ വാല്യൂ 25 രൂപ എടുത്താൽ കിട്ടും. അതിന്റെ മുമ്പത്തെ കൊല്ലം 7 ദിവസം 8 ദിവസം പ്രസംഗിച്ച പ്രസംഗം ഫുള്ളായിട്ട് 25 രൂപ എടുത്താൽ കിട്ടും. MP3 കിട്ടും. പക്ഷേ ആ 25 രൂപയ്ക്ക് തീർത്തും കിട്ടുന്നതാകുമ്പോൾ കാണലുണ്ടാവില്ല, കേൾക്കൽ മാത്രമേ ഉണ്ടാവൂ. ഇന്നലത്തെ പ്രസംഗം 20 രൂപ എടുത്താൽ 40 രൂപ എടുത്താൽ കിട്ടും. ഇന്നത്തെ പ്രസംഗവും ഇൻഷാ അല്ലാഹ് CD ആവും. അപ്പൊ ഇത് കേട്ട് പഠിക്കേണ്ടവർക്ക് ഇൻഷാ അല്ലാഹ് അതിൽ നിന്ന് കേട്ട് പഠിക്കാം. അല്ലെങ്കിലും അത് ഞാൻ നേരത്തെ പറഞ്ഞ ബിർദുൽ ലത്തീഫ് എന്ന ദിക്റിൽ ഈ ദിക്റുണ്ട്. ദിക്റിന്റെ അർത്ഥം പറഞ്ഞാൽ സമയം വൈകിപ്പോവും. ഒറ്റ വാക്കിൽ പറയാം, അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീ എന്റെ റബ്ബാൻ, നീയല്ലാതെ ഇലാഹില്ല, നിന്റെ മേലെല്ലാം ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, നീ ഉന്നതമായ മഹത്തായ അർശിന്റെ അധിപനാണ്. അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അവൻ ഉദ്ദേശിക്കാത്തത് ഉണ്ടാവുകയില്ല. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നിനും കഴിയില്ല, അവൻ ഉന്നതനും മഹാനുമാണ്. ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു അല്ലാഹുവിന് എന്തിനും കഴിയും. അല്ലാഹു എല്ലാം വലയം ചെയ്തറിയുന്നവനാണ്. അല്ലാഹുവേ, എന്റെ ശരീരത്തിന്റെ നാശത്തിൽ നിന്ന് നീ ഏതെല്ലാം സൃഷ്ടികളുടെ മൂർധാവ് നിന്റെ അധികാരത്തിലാണോ, അഥവാ നിന്റെ അധികാരത്തിലുള്ള സർവ്വ സൃഷ്ടികളുടെയും നാശത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലാക്കുന്നു. എന്റെ റബ്ബ് നേരെയുള്ള വഴിയിലാണ്. ഈ അർത്ഥം വരുന്ന ദിക്ർ ഇത് ഞാൻ ചൊല്ലിയിട്ടുണ്ടല്ലോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടതല്ലേ, അത് ചൊല്ലിയാ പിന്നെ ഒരു മുസീബത്ത് ഉണ്ടാവില്ല. പിന്നെ എന്റെ വീട് കത്തിക്കരിഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനെങ്ങനെ വിശ്വസിക്കും? എന്റെ വീട് കത്തിക്കരിഞ്ഞിട്ടില്ല. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് വീണ്ടും അവർ ആവർത്തിച്ചു പറഞ്ഞു, നിങ്ങൾ വേഗം ചെല്ലു, നിങ്ങളുടെ വീട് കത്തിപ്പോയി. അബൂ ദർദാ പറഞ്ഞു, ഇല്ല, എന്റെ വീട് കത്തിയിട്ടില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇൻഹലൂബിന, വരി, നമുക്കൊന്ന് ചെന്ന് നോക്കാം, നമുക്കൊന്ന് ചെന്ന് നോക്കാം, എന്റെ വീട് കത്തിയിട്ടുണ്ടോ, നമുക്കൊന്ന് ചെന്ന് നോക്കാം. ഫഖാമ വഖാബൂ മഅഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ എല്ലാവരും ചെന്നു. സുബ്ഹാനല്ലാഹ്, അത്ഭുതം തന്നെ, തൊട്ടടുത്തുള്ള വീടുകളെല്ലാം കത്തിക്കരിഞ്ഞിട്ടുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട് കത്തിയിട്ടില്ല. കാവലിനുള്ള ദിക്ർ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇനി സഹോദരന്മാരെ, രാവിലെയും വൈകുന്നേരവും സ്വറ പറഞ്ഞ് നേരം പോക്കുന്നതിന് പകരം അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കുക, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് നമ്മുടെ നാവ് ജോലിയാക്കുക. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അതാ സ്വർഗം തരുമെന്ന് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്ർ നിങ്ങൾ രാവിലെ ഒന്ന് ചൊല്ലിക്കോളൂ. വൈകുന്നേരമാകുന്നതിനിടക്ക് മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ വൈകുന്നേരം ചൊല്ലിക്കോളൂ. നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ നിങ്ങൾ സ്വർഗത്തിൽ കടക്കും. എന്താണ് ആ ദിക്ർ? ലോകത്തിന്റെ മുഴുവനും സത്താവായ റബ്ബിനോട് താണുകേണ് മാപ്പപേക്ഷിക്കുന്ന ഒരു ദിക്റാണ്. അതിന്റെ പേരാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ബാബു അഫ്ളൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ കാണാം. ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നതിന്റെ രാജാവായി നിൽക്കുന്ന, അതിന്റെ സയ്യിദായി നിൽക്കുന്ന ഒരു ദിക്റുണ്ട്. അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്ന ദിക്ർ അതെന്താണ്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഇന്നഹു ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത. ഈ ദിക്റിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമൻ ഖാലഹാ മിനൻ നഹാരി, ആരെങ്കിലും പകല് സമയത്ത് ആ ദിക്ർ പറഞ്ഞാൽ, മൂഖിരം ബിഹാ, ആ ദിക്ർ ഉറപ്പിച്ച് അല്ലാഹുവിൽ ഉറപ്പിച്ച് പറയണം, നല്ല നിയ്യത്തോടെ പറയണം. ഫമാത മിൻ യൗമിഹി, എന്നിട്ട് അവൻ ആ പകലിൽ മരണപ്പെട്ടു പോയാൽ, ഖബ്ല യുംസിയ, വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗക്കാരനാണ് കേട്ടോ. വമൻ ഖാലഹാ, ആ ദിക്ർ വല്ലവനും ചൊല്ലിയാൽ, മിനൽ ലൈലി, രാത്രി സമയത്ത് ചൊല്ലിയാൽ, വഹുവ മൂഖിനും ബിഹാ, അവൻ ഉറപ്പിച്ചു ചൊല്ലിയവനാണ്, അല്ലാഹു എന്റെ പാപം പൊറുക്കും, അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തും എന്ന നിലക്ക് ഉറപ്പിച്ചു ചൊല്ലിയവനാണെങ്കിൽ, ഫമാത ഖബ്ല അൻ യുസ്ബിഹ, നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടു പോയാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗക്കാരനാണ് കേട്ടോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ 6306 നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസ്. എന്താണ് ആ ദിക്റിന്റെ അർത്ഥം? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീ എന്റെ റബ്ബാണ്, നീ എന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ഖലഖ്തനി, നീ എന്നെ പടച്ചിരിക്കുന്നു. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹദിക വഅദിക മസ്തതഅതു, ഞാൻ നീയുമായുള്ള കരാറിലാണ്, ഞാൻ നീയുമായുള്ള വാഗ്ദത്തത്തിലാണ്. എന്റെ കഴിവനുസരിച്ച് നിന്നോടുള്ള കരാറ് പാലിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അഊദു ബിക മിൻ ശർരി മാ സനഅതു, എന്നാലും ഞാനൊരു മനുഷ്യനല്ലേ, എന്റെ ദുർബല സമയത്ത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാകാം, ഞാൻ വല്ല കുറ്റവും ചെയ്തു പോയിട്ടുണ്ടാകാം. ഞാൻ ചെയ്തതിന്റെ നാശത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലാക്കുന്നു അല്ലാഹ്, നിന്നെ കൊണ്ട് ഞാൻ കാക്കുന്നു അല്ലാഹ്. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്ത നിഅമത്ത് കൊണ്ട് നിന്നിലേക്ക് ഞാൻ മടങ്ങുന്നു. വഅബൂഉ ബിദംബി, എന്റെ പാപവുമായി നിന്നിലേക്ക് ഞാൻ മടങ്ങുന്നു. ഫഗ്ഫിർ ലീ, എനിക്ക് മാപ്പ് തരണേ അല്ലാഹ്. ഇന്നഹു ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത, പാപം പുറത്തു കൊടുക്കുന്നവൻ നീ മാത്രമല്ലേ ഉള്ളൂ അല്ലാഹ്, നീ എന്റെ പാപം പൊറുക്കണേ അല്ലാഹ്. ഈ അർത്ഥം വരുന്ന ദിക്റിന്റെ പേരാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇതൊരാൾ രാവിലെ ചൊല്ലിയിട്ട് വൈകുന്നേരമാകുന്നതിനിടക്ക് മരിച്ചുപോയാൽ സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വൈകുന്നേരം ചൊല്ലി, രാത്രിയിൽ ചൊല്ലി,
നേരം വെളുക്കുന്നതിനിടയ്ക്ക് മരിച്ചുപോയാൽ സ്വർഗത്തിലാണെന്ന് പറയുന്നു. ഓ മുതഅല്ലിമീങ്ങളെ, ഓ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വലിയ പ്രയാസമുണ്ടോ? ആകെ ഒരു 2 5 10 സെക്കൻഡ് കൊണ്ട് ചൊല്ലാവുന്നതല്ലേ? നമുക്കിതൊന്ന് പതിവാക്കിക്കൂടെ? നമ്മളത് പതിവാക്കി ചൊല്ലണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകണോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യമില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ വാഖിഅ സൂറത്ത് നിങ്ങൾ രാത്രിയിൽ ഓതിക്കോളൂ.